വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം സംബന്ധിച്ച വിഷയത്തിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. 18 വ്യാഴാഴ്ച രാവിലെ 11:30 ഓൺലൈനായാണ് യോഗം ചേരുക. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. നൃപൻ, ഈ യോഗത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുക്കണമെന്ന നിർദ്ദേശമുണ്ട് അല്ലേ? തീർച്ചയായും കാവ്യ, കഴിഞ്ഞ ദിവസം ജോയിയുടെ മരണത്തിന് ഇടയാക്കിയ ഈ ആമയിഴഞ്ചാൻ തോടിലെ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അതിൽ റെയിൽവേയുടെ കനാലിലുണ്ടായ മാലിന്യക്കെട്ട് അത് നീരൊഴുക്കിനെ വലിയ തരത്തിൽ ബാധിക്കുന്നു. അവിടെയാണ് അപകടം നടന്നത്. അത് സംബന്ധിച്ച് മാലിന്യ നീക്കം സംബന്ധിച്ച് റെയിൽവേയുടെ അനാസ്ഥ വളരെ നിലയിൽ കേരളം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുന്നത്. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന വ്യാഴാഴ്ച 11:30 ഓൺലൈനായി മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ അടക്കം യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളുടെ മേധാവിമാരും ഈ ചടങ്ങിൽ ഈ പറയുന്ന യോഗത്തിൽ, പ്രത്യേക അടിയന്തര യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, തൊഴിൽ, ഭക്ഷ്യം, കായികം, റെയിൽവേ, ആരോഗ്യം, ജലവിഭവ വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട MLA-മാരും തിരുവനന്തപുരം മേയറും ഈ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേയുടെ ഡിവിഷണൽ മാനേജരും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് മാലിന്യം കുന്നുകൂടുന്നത് വെള്ളക്കെട്ടുണ്ടാക്കുന്നുണ്ട്, ഒഴുക്ക് തടയുന്നുണ്ട്. തമ്പാനൂർ പരിസരത്തും വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടിലേക്ക് പലതവണ ഈ സംഭവങ്ങൾ പോകുന്നുണ്ട്. രോഗാണുക്കൾ പെരുകി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യം അടിയന്തരമായി നേരിടുന്നതിനുള്ള പരിഹാര മാർഗമാണ് സർക്കാർ തേടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഒപ്പം തന്നെ ഒരു ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ ിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ തിരച്ചിലിൽ അദ്ദേഹത്തെ ബോഡി കണ്ടെടുക്കാൻ കഴിയുന്നില്ല. വലിയ തരത്തിൽ ഈ കുമിഞ്ഞുകൂടിയ മാലിന്യം കാരണം ഈ ടണൽ പൂർണ്ണമായി അടഞ്ഞ അവസ്ഥയാണ്. അവിടെ നിന്ന് മാലിന്യ നീക്കം പൂർണ്ണമായി നടത്തേണ്ടത് ഇന്ത്യൻ റെയിൽവേയാണ്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പും പ്രത്യേകിച്ച് നഗരസഭയും റെയിൽവേയും സഹകരിച്ച് ഈ മാലിന്യ നീക്കം ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയണം. ഇത് സംബന്ധിച്ച് റെയിൽവേയുടെ ഡിവിഷൻ മാനേജർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ റെയിൽവേയുടെ നിലപാട് വ്യക്തമാക്കും. അതിൽ മുഖ്യമന്ത്രിയും സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കും. വിവിധ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം തന്നെ നഗരസഭയും ഇറിഗേഷൻ വകുപ്പും ഒക്കെ തന്നെ സഹകരിച്ച് സംയുക്ത നീക്കത്തിലൂടെയായിരിക്കും ഈ അഴുക്ക് ചാലിലെ മുഴുവൻ മാലിന്യങ്ങൾ മാറ്റുക. ഈ പറഞ്ഞ ആമയിഴഞ്ചാൻ തോടിലെ നീരൊഴുക്ക് പൂർണ്ണമായി വീണ്ടെടുത്താൽ മാത്രമേ നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ. ഇതും ആ യോഗത്തിൽ ചർച്ചയാകും. വ്യാഴാഴ്ച 11:30 യോഗം ചേരുക. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. കാവ്യ. ശരി, നൃപനാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം 18-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11:30 ഓൺലൈനായാണ് നടക്കുക. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശമുണ്ട്.